ഇന്ന് ചെന്നൈ നടക്കാൻ പോകുന്ന CSKയുടെ അവസാന ഹോം മത്സരം ധോണിയുടെ ലാസ്റ്റ് IPL മാച്ച് ആകുമോ? അപ്പം അങ്ങനെയുള്ള കുറേ സ്പെക്കുലേഷൻസ് ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ധോണി കൊടുത്തൊരു ഹിൻഡ് തന്നെയാണ് ഇതിന് മുന്നേയുള്ള സീസണുകളിൽ. അതായത് പുള്ളി എന്തെങ്കിലും റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് ചെന്നൈയിലെ ചെപ്പോക്കിലെ CSKയുടെ ഹോം ഗ്രൗണ്ടിലായിരിക്കും, അവരുടെ സ്വന്തം ഫാൻസിൻ്റെ മുന്നിലായിരിക്കും ധോണിയുടെ ലാസ്റ്റ് കളി എന്നുള്ള രീതിയിലാണ്. ഇപ്പം ധോണിയുടെ ഫിറ്റ്നസ്സും പുള്ളിയുടെ പ്രായവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു സമയമായി എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്ന പരക്കെയുള്ള ഒരു റിപ്പോർട്ട്സും ഇൻസൈഡ് റിപ്പോർട്ട്സും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ചെന്നൈയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. അതായത് ധോണി നമുക്കറിയാം സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്ക് പറ്റി ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു, 3-4 മത്സരങ്ങൾ നഷ്ടമാകുമെന്നുള്ള രീതിയിൽ. അപ്പം നമുക്കറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു 3-4 മത്സരങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് ഒരു മാച്ച് ഫിറ്റ് റെഡിയായി. പക്ഷേ ആ ഒരു സമയത്താണ് ചെന്നൈ അടുപ്പിച്ച് കുറച്ച് കളികൾ ജയിക്കാൻ തുടങ്ങിയതും ഒരു ടീം കോമ്പിനേഷനിലേക്ക് സെറ്റാകാൻ തുടങ്ങിയതും. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനെ ബ്രേക്ക് ചെയ്യേണ്ട എന്നൊരു ചിന്താഗതി വെച്ചിട്ടാണ് ധോണി ഇതുവരെ മാറി നിന്നത് എന്നാണ് നമുക്ക് കിട്ടുന്നൊരു അറിവ്. കാരണം ഇതുവരെ നടന്ന പ്രാക്ടീസ് സെക്ഷനിലൊക്കെ പുള്ളി വളരെ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇന്നലെ നടന്നൊരു പ്രാക്ടീസ് സെക്ഷൻ ആണെങ്കിൽ കൂടി നമുക്ക് കാണാം പുള്ളിയുടെ 100% നൽകുന്ന രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ ചെന്നൈയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ അടുപ്പിച്ച് പരിക്ക് കാരണം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വിശ്വാസയോഗ്യമല്ല. അപ്പോൾ ഇന്ന് ധോണിക്കും CSKയ്ക്കും ഒരുപോലെ നിർണായകമായ ഒരു മത്സരത്തിൽ ധോണിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം CSKയ്ക്ക് ബെനിഫിറ്റ് ആകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതുവരെ നടന്ന CSKയുടെ കളികളിലൊന്നും പുള്ളിയെ ഗ്രൗണ്ടുകളിലൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പം അതിനെല്ലാം ഒരു എന്താ പറയുന്ന ഒരു വേറൊരു രീതിയിൽ, അതായത് ഇന്ന് പുള്ളി ഗ്രൗണ്ടിൽ വരികയും ചെയ്യും, അറ്റ്ലീസ്റ്റ് ഇമ്പാക്ട് പ്ലെയറായി കുറച്ച് നേരമെങ്കിലും ചെപ്പോക്കിൽ കളിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു ഗട്ട് ഫീലിംഗ്. അപ്പം എന്തൊക്കെയാണെങ്കിലും CSKയ്ക്ക് ഈ ഒരു IPL സീസണിൽ മുന്നോട്ട് പോകാനായിട്ട് ഇനിയുള്ള 2 കളികളും ജയിച്ചേ തീരും. അപ്പം കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് കളി നടന്ന ഒരു ബോളിംഗ് വെച്ചിട്ട് മുന്നോട്ടുള്ള പോക്ക് വളരെ വളരെ ദുഷ്കരമാണ്. അപ്പം അതിനുള്ള കുറേ ആൻസറുകളൊക്കെ CSK കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പണിംഗ് ആണെങ്കിലും സഞ്ജുവിൻ്റെ കൂടെ ഋതുരാജിനെ മാറ്റി ഉറുവിലിനെ കയറ്റി അതിനുശേഷം ഋതുരാജിനെ ഒരു 3rd അല്ലെങ്കിൽ 4th പൊസിഷനിലേക്ക് ഇറക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായെങ്കിൽ തന്നെ നമുക്ക് പവർ പ്ലേയിൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ളൊരു സ്കോർ കാണാൻ സാധിക്കും. അപ്പോൾ 2 സൈഡിൽ 2 ബാറ്റ്സ്മാർക്ക് പ്രഷർ ഇല്ലാണ്ട് അടിച്ചു കളിക്കാൻ സാധിക്കും. പിന്നെ അഖിൽ ഹുസൈനെ ഒഴിവാക്കാനുള്ള തീരുമാനം മാറ്റി ചിന്തിക്കുക. പുള്ളി ഒരു അസറ്റാണ്, പ്രത്യേകിച്ച് ചെന്നൈ ചെപ്പോക്ക് പോലുള്ളൊരു ഗ്രൗണ്ടുകളിൽ. അപ്പം അങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങൾ മാറ്റിയാൽ തന്നെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ചെന്നൈക്ക് ഇനി അടുപ്പിച്ചുള്ള 2 കളികൾ ജയിച്ച് പ്ലേ ഓഫിലേക്ക് ഈസി ആയിട്ട് നീങ്ങാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും എന്നുള്ളത്. മറുസൈഡിൽ SRH ആണ്. SRHൻ്റെ ബാറ്റിംഗ് ആണ് അവരുടെ മെയിൻ സ്ട്രെങ്ത്. അപ്പം SRHൻ്റെ ബാറ്റേഴ്സ് എല്ലാവരും കൂടെ ക്ലിക്കായി കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ചേസിങ് വളരെ ദുഷ്കരമായിട്ട് മാറും. അപ്പം എന്ത് തന്നെയാണെങ്കിലും ചെന്നൈ ഫസ്റ്റ് ബോളിംഗ് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചേസ് ചെയ്യാനായിരിക്കും കൂടുതൽ ഈസി ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ കളിയിൽ ധോണി കളിക്കുമോ ഇല്ലയോ. ഇനി അഥവാ കളിച്ചു കഴിഞ്ഞാൽ ധോണിയുടെ ഒഫീഷ്യലി ഒരു ലാസ്റ്റ് റിട്ടയർമെൻറ്റ് മാച്ച് ആകുമോ എന്നുള്ളത്. എന്തായാലും ചെന്നൈയുടെ സൂപ്പർ ഫാൻസിനോട് പതിവ് പോലെ തന്നെ കളിക്ക് ശേഷം അവിടെ സ്റ്റേ ചെയ്യാനാണ് CSK മാനേജ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഫാൻസിന് വേണ്ടിയിട്ട് ലാപ്പ് ഓഫ് ഓണർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഒരു ലിജൻഡിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചായി മാറുമോ ഇന്നത്തെ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.